ഹലോ, ഇന്ന് നമുക്ക് പറയാനുള്ളത് എം ഫോറിലെ ഫിഫ്ത്ത് ചാപ്റ്ററായ ബ്ലോക്ക് ചെയിനിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ബ്ലോക്ക് ചെയിൻ കേട്ടിട്ടുണ്ടാവില്ലേ? കേട്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ ഇന്നത്തെ കാലത്ത്? ഓക്കെ, ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക് ചെയിൻ ഈസ് എ ഡിജിറ്റൽ ലെഡ്ജർ ടെക്നോളജി ദാറ്റ് റെക്കോർഡ് ഇൻഫോർമേഷൻ ഇൻ സെക്യൂർ, ട്രാൻസ്ഫർ ആൻഡ് ടാമ്പർ പ്രൂഫ് വേ. അതായത് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ലെഡ്ജർ ടെക്നോളജി. നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലാണ് കേട്ടിട്ടുണ്ടല്ലേ? അപ്പോൾ ഡിജിറ്റൽ ലെഡ്ജർ ടെക്നോളജി അതിലെന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ ഇൻ സെക്യൂർ ആയിട്ടുള്ള ഇൻഫോർമേഷന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ടാമ്പർ പ്രൂഫ് വേ, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. ടാമ്പർ പ്രൂഫ് പറഞ്ഞാൽ കൃത്യമത തെളിയിക്കുന്ന റെക്കോർഡുകളും ഒക്കെ എന്താണ് ബ്ലോക്ക് ചെയിനിൽ എന്താ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് സ്റ്റോർ ഡാറ്റ ഇൻ യൂണിറ്റ്സ് കാൾഡ് ബ്ലോക്ക്. ഇതിൻ്റെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യുക ഓരോ യൂണിറ്റുകളായിട്ടാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ബ്ലോക്സുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ബ്ലോക്ക് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ ദ ഫോം ഓഫ് ചെയിൻ വിച്ച് ഈസ് വൈ ഇറ്റ് ഈസ് കാൾഡ് എ ബ്ലോക്ക് ചെയിൻ. അതായത് ഈ ഓരോ ബ്ലോക്കുകളും നമ്മൾ എന്താണ് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ചെയിൻ ഫോമിൽ ഓരോ ബ്ലോക്കുകളും, ഈ ഓരോ ബ്ലോക്കുകളിലും എന്താണുള്ളത്? ഡാറ്റകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ ബ്ലോക്കുകളൊക്കെ എന്താണ് പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. Okay. Once data is entered into a block and added to the chain, it becomes very difficult to change or delete it. അതായത് ഇതിൽ ഓരോ ബ്ലോക്കുകളിൽ ഡാറ്റ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് ചെയിൻ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഇതിലേക്ക് ഏതെങ്കിലും ഡാറ്റകൾ ആഡ് ചെയ്താൽ, ഈ ചെയിനിൽ ആഡ് ചെയ്താൽ അത് ചേഞ്ച് ചെയ്യാനോ അത് ഡിലീറ്റ് ചെയ്യാനോ നമുക്ക് പ്രയാസമായിരിക്കും. ഓക്കെ, അതായത് ഇത് ചെയിൻ ഫോമിൽ ഓരോ ബ്ലോക്കുകളും ചെയിൻ ഫോമിലാണുള്ളത്. അപ്പം നമ്മൾ ഇതിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റകൾ ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ നമുക്ക് പ്രശ്നമായിട്ട് വരും. ദിസ് മേക്ക് ബ്ലോക്ക് ചെയിൻ ഹൈലി സെക്യൂർ ആൻഡ് ട്രസ്റ്റ് വർത്തി. അതായത് ഇത് പറഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഹൈലി സെക്യൂർ ആണ്, പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും കൂടിയാണ്. ഇതിലുള്ള ഡാറ്റകളൊക്കെ എന്തായിരിക്കും? സേഫ് ആയിരിക്കും. ഓക്കെ, ഇനി ബ്ലോക്ക് ചെയിനിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഓഫേഴ്സ് സെവറൽ മേജർ അഡ്വാൻറ്റേജ് ദാറ്റ് മേക്ക് ഇറ്റ് പോപ്പുലർ ഇൻ മെനി ഫീൽഡ് ലൈക്ക് ബാങ്കിങ്. അതായത് എവിടെയൊക്കെയാണ് മെയിനായിട്ട് ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ബാങ്കിങ്ങിൽ, ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഈ മേഖലകളിലൊക്കെ എന്താണ് ബ്ലോക്ക് ചെയിനുകൾ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ബെനിഫിറ്റുകളാണ് നമ്മൾ താഴെ പറയുന്നത്. ഹൈ സെക്യൂരിറ്റി. ബ്ലോക്ക് ചെയിനിലെ യൂസസ് ക്രിപ്റ്റോഗ്രഫി ടു പ്രൊട്ടക്റ്റ് ഡാറ്റ. ഇതിൽ ക്രിപ്റ്റോഗ്രഫിയാണ് ഡാറ്റകൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വൺസ് ബ്ലോക്ക് ഈസ് ആഡഡ് ടു ചെയിൻ ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ടു ചേഞ്ച് ഓർ ഹാക്ക് ഇറ്റ്. അതായത് നമ്മളിതിലേക്കൊരു ഡാറ്റ ആഡ് ചെയ്താൽ നമുക്കത് ചേഞ്ച് ചെയ്യാനോ വേറൊരാൾക്ക് ഇതിനെ ഹാക്ക് ചെയ്യാനോ ഉപയോഗിക്കില്ല. കാരണം ഈ ക്രിപ്റ്റോഗ്രഫി എന്നൊക്കെയാണെങ്കിൽ നമ്മൾ ഈ കീവേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട്, സെക്യൂരിറ്റി കീവേഡുകൾ യൂസ് ചെയ്ത് ഡാറ്റകളെ ഓരോ കോഡുകളാക്കിയിട്ട്, അതായത് ഇപ്പോൾ സെൻഡറും റിസീവറും ഉണ്ടാവും. സെൻഡർക്ക് ഈ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ റിസീവർക്ക് മാത്രമേ ഈ സെക്യൂരിറ്റി കീവേഡ് ഉപയോഗിച്ചിട്ട് റിസീവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പകുതിക്കുന്ന ഡാറ്റ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് റീഡ് ചെയ്യാനോ അത് ചേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ക്രിപ്റ്റോഗ്രഫി മെക്കാനിസമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതാണ് ക്രിപ്റ്റോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാനോ ഹാക്ക് ചെയ്യാനോ പറ്റില്ല. ഇനി ഡീസെൻട്രലൈസേഷൻ പറഞ്ഞാൽ ദർ ഈസ് നോ സെൻട്രൽ അതോറിറ്റി ലൈക്ക് എ ബാങ്ക്. അതായത് ബാങ്ക് പോലെ ഒരു സെൻട്രൽ അതോറിറ്റികളൊന്നും ഇല്ല. ഡാറ്റ ഈസ് സ്റ്റോർഡ് അക്രോസ് മെനി കമ്പ്യൂട്ടേഴ്സ് റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് സിസ്റ്റം ഫെയിലിയർ. അതായത് ഇതിലുള്ള ഡാറ്റകളൊക്കെ എന്താണ് അധിക സിസ്റ്റത്തിലും എന്തായിട്ടുണ്ട്? സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് സിസ്റ്റം ഫെയിലായൊക്കെയാണെങ്കിൽ പോലും നമുക്ക് എന്താണ് റിസ്ക് ഇല്ല. കാരണം ഒരു സിസ്റ്റം ഫെയിലായാലും ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിലും ഡാറ്റകൾ
അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് അത് സേഫാണ്, നമ്മുടെ ഡാറ്റകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇനി ട്രാൻസ്പാരൻസി എന്നാണ് ഓൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഓൺ ദ ബ്ലോക്ക് ചെയിൻ ആർ വിസിബിൾ ടു ഓതറൈസ്ഡ് യൂസേഴ്സ്. അതായത് എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് ഈ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ്. അതായത് ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ഈ റെക്കോർഡുകൾ കാണാൻ പറ്റുള്ളൂ. ദിസ് ക്രിയേറ്റ് ട്രസ്റ്റ് എമംഗ് പാർട്ടിസിപ്പൻറ്റ്. അതായത് ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രം ഡാറ്റകൾ കാണുന്നത് കൊണ്ട് എന്താണ് ഇവിടെ ഒരു യോഗ്യമായ ഒരു മെക്കാനിസമാണ് ഈ ബ്ലോക്ക് ചെയിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, ഇനി ഇമ്മ്യൂട്ടബിലിറ്റി, നോ ആൾട്ടറേഷൻ. അതായത് ഡാറ്റ വൺസ് എൻറ്റേർഡ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ കനോട്ട് ബി ഈസിലി മോഡിഫൈഡ് ഓർ ഡിലീറ്റഡ്. ദിസ് പ്രിവെൻറ്റ് ഫ്രോഡ് ആൻഡ് കറപ്ഷൻ. അതായത് ഞാൻ ഇതുവരെ പറഞ്ഞു ഡാറ്റകൾ എൻറ്റർ ചെയ്താൽ നമുക്കതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനോ അത് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. ഇത് നമുക്ക് വേറെ ആൾക്കാർ നടത്തുന്ന കറപ്ഷനും ഫ്രോഡുകളിൽ നിന്നൊക്കെ നമ്മളെ ഡാറ്റകൾ സേഫ് ആക്കിയിട്ട് വെക്കാനും സഹായിക്കും. പിന്നെ ഫാസ്റ്റർ ട്രാൻസാക്ഷൻ, നമുക്ക് ഇതിലുള്ള ഡാറ്റകൾ ബ്ലോക്ക് ചെയിൻ റിമൂവ് ദ നീഡ് ഫോർ മിഡിൽമെൻ സച്ച് ആസ് ബാങ്ക്സ് ഓഫ് ട്രാൻസാക്ഷൻ ക്യാൻ ബി കംപ്ലീറ്റഡ് ഫാസ്റ്റർ. അതായത് നമുക്ക് പെട്ടെന്ന് ഡാറ്റകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ട്രാൻസാക്ഷന് നമുക്ക് പോസിബിൾ ആവും ബ്ലോക്ക് ചെയിൻ. ഓക്കെ, റിഡ്യൂസ്ഡ് കോസ്റ്റ് കുറക്കാൻ പറ്റും. സിൻസ് ദർ ഇസ് നോ ഇന്റർമീഡിയറീസ് ട്രാൻസാക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് കോസ്റ്റ് ആർ ലോ. അതായത് വേറൊരാൾ ഇന്റർമീഡിയറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നില്ല. ഈ ബ്ലോക്ക് ചെയിനിൽ വേറൊരാൾ എന്തായിരിക്കുക, ആ ഡാറ്റകൾ ഫയൽ ചെയ്യാനോ അതിനോ അങ്ങനെ വേറൊരാളായിട്ട് നിന്നില്ല. ഡയറക്റ്റ് നമ്മൾ ഈ ഇതിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യുന്നു, യൂസറും അതും കൂടെ സെർവറും കൂടെ ഉള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് ആ കോസ്റ്റിൻ്റെ മൂന്നാമതൊരാൾക്ക് കൊടുക്കേണ്ട കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അക്യുറേറ്റ് ആൻഡ് റിലയബിൾ ഡാറ്റ. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എവറി ട്രാൻസാക്ഷൻ ഈസ് വെരിഫൈഡ് ബൈ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ്, സോ ചാൻസ് ഇറേഴ്സ് ആർ വെരി ലോ. അതായത് എല്ലാ കമ്പ്യൂട്ടറുകളും എന്ന് പറഞ്ഞാൽ എല്ലാ നോഡുകളാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ കമ്പ്യൂട്ടറുകളും എന്താണ് ഇത് വെരിഫൈ ചെയ്യും ഈ ട്രാൻസാക്ഷന്. അപ്പോൾ എന്താണ് അവിടെ എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി വെരി ലോ ആണ്. ഇനി better traceability. Better blockchain can track product throughout the supply chain, helping detect fake or duplicate items. ബ്ലോക്ക് ചെയിൻ നിനക്കാണെങ്കിൽ അതിൻ്റെ ആ പ്രൊഡക്റ്റുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ത്രൂ ഔട്ട് ഈ എല്ലാ ചെയിനിലുള്ളതും ഡാറ്റകൾ അത് ട്രാക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ഫേക്ക് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസുകളോ അത് ഡിറ്റക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് ചെയിനിൻ്റെ ബെനിഫിറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഹൈ സെക്യൂരിറ്റി, ഡീസെൻട്രലൈസേഷൻ, ട്രാൻസ്പാരൻസി, ഇമ്മ്യൂട്ടബിലിറ്റി, faster transaction, reduced cost, accurate and reliable data, better traceability. ഓക്കെ, ഇങ്ങനെ ബെനിഫിറ്റുകൾ. അതായത് നമ്മൾ എല്ലാത്തിൻ്റെ ഇത് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെക്യൂർ ആക്കാം. ഓക്കെ, നമ്മൾ ട്രാൻസാക്ഷൻ സെക്യൂർ ആക്കാം. ഓക്കെ, ഇനി ചാലഞ്ചസ് ഓഫ് ബ്ലോക്ക് ചെയിൻസ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ സെക്യൂരിറ്റി റീസണാണ് അതിൻ്റെ ചാലഞ്ചസ് ഉണ്ടാവും അല്ലേ. ഈവൻ ദ ബ്ലോക്ക് ചെയിൻ പ്രൊവൈഡ് ഹൈ സെക്യൂരിറ്റി ആൻഡ് ട്രാൻസ്പെറൻറ്റ്, ഇറ്റ് ഓൾസോ ഫേസസ് സെവറൽ ചാലഞ്ചസ് ദാറ്റ് മേക്ക് ഇറ്റ് അഡോപ്ഷൻ ഡിഫിക്കൽട്ട് ഇൻ മെനി ഏരിയസ്. അതായത് ഇത്രയൊക്കെ ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താണ് അവിടെ കുറച്ച് നമുക്ക് എന്തായിരിക്കും കുറച്ച് ചാലഞ്ചസുകൾ നമ്മൾ നേരിട്ടുള്ളതായിട്ട് വരുന്നത്. അതിൽ ഫസ്റ്റ് വന്നാണ് സ്കേലബിലിറ്റി ഇഷ്യൂസ്. ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്, അതായത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ക്യാൻ പ്രോസസ് ഓൺലി ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ്. ആസ് ദ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻക്രീസസ് ദ സിസ്റ്റം ക്യാൻ ബിക്കം സ്ലോ. അതായത് ഇവിടെ എന്താണ് ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ, ഒരു സെക്കൻഡിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസേ നടക്കാൻ കഴിയുള്ളൂ അല്ലേ. അതിൻ്റെ കൂടുതൽ ഇൻക്രീസസ് ആയാൽ സിസ്റ്റം സ്ലോ ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ട്രാൻസാക്ഷന് സ്ലോ
എന്താ സ്ലോ ആവാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബിറ്റ് കോയിനൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ആ ബിറ്റ് കോയിൻ മൈനിങ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അതായത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സെക്കൻഡിലാണ് അതിൻ്റെ ട്രാൻസാക്ഷന് വാല്യൂകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ എന്താണ് അങ്ങനെ ആ സെക്കൻഡിൽ നമ്മൾ കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്ത് കൊടുക്കും സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഹൈ എനർജി കൺസപ്ഷൻ, അതായത് സം ബ്ലോക്ക് ചെയിൻ സിസ്റ്റം യൂസസ് എ പ്രോസസ് കാൾഡ് പ്രൂഫ് ഓഫ് വർക്ക് വിച്ച് റിക്വയർ പവർഫുൾ കമ്പ്യൂട്ടേഴ്സ് ലീഡിങ് ടു ഹൈ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ. അതായത് ചില പ്രോസസ്സുകൾ ബ്ലോക്ക് ചെയിനിൽ ചില പ്രോസസ്സുകൾ നമുക്ക് എന്താണ് പവർഫുൾ കമ്പ്യൂട്ടേഴ്സുകൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ആ ഇലക്ട്രിസിറ്റി കൺസപ്ഷന് നമുക്ക് വേണ്ടിയിട്ട് വരും. ഈ സ്റ്റോറേജ് ലിമിറ്റേഷൻ, every new block added more data, and since all nodes store a copy of the blockchain, it become very large and difficult to store. അതായത് എല്ലാ ന്യൂ ബ്ലോക്ക് ആഡ് ചെയ്യുമ്പോഴും മോർ ഡാറ്റ ആഡ് ചെയ്യുമ്പോൾ ഓൾ നോഡ് സ്റ്റോർ എ കോപ്പി ഓഫ് ദ ബ്ലോക്ക് ചെയിൻ, എല്ലാ നോഡുകളും എന്താണ് ഈ ബ്ലോക്ക് ചെയിനിൽ സ്റ്റോർ ചെയ്യും. ഇറ്റ് ബിക്കം വെരി ലാർജ് ആൻഡ് ഡിഫിക്കൽട്ട്, അത് എന്നാൽ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. ഹൈ ഇനീഷ്യൽ കോസ്റ്റ്, സെറ്റിംഗ് അപ്പ് ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ, സോഫ്റ്റ്വെയർ ആൻഡ് സ്കിൽഡ് സ്റ്റാഫ് ക്യാൻ ബി എക്സ്പെൻസീവ് ഫോർ ഓർഗനൈസേഷൻ. അതായത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ അതായത് ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറിലോ സോഫ്റ്റ്വെയറിലോ ഏതെങ്കിലും സ്കില്ല് സ്റ്റാഫ് വേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതൊരു ഹൈ എക്സ്പെൻസീവായിട്ട് മാറും. കാരണം അത് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഇത് ആയിട്ട് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ നല്ലൊരു എമൗണ്ട് എക്സ്പെൻസായിട്ട് വരുന്നതാണ്. അതായത് അതിൻ്റെ ആ ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചറും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ അതിൻ്റെ സോഫ്റ്റ്വെയറുകളും ഒക്കെ സോഫ്റ്റ്വെയർ ഇത് ചെയ്യാൻ സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫ് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് എമൗണ്ട് പോകുന്നതാണ് പറഞ്ഞത്. ലാക്ക് ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽസ്, ഇതിൽ സ്കിൽഡ് പ്രൊഫഷണൽസിൽ ഇപ്പോൾ വളരെ കുറവാണ്. അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസ് ന്യൂ ആൻഡ് ദർ ആർ നോട്ട് ഇനഫ് ട്രെയിൻ എക്സ്പേർട്ട് ടു മാനേജ് ആൻഡ് ഡെവലപ്പ് സിസ്റ്റം. അതായത് ഇത് പുതിയതായിട്ട് വന്നതല്ലേ, അപ്പം നമുക്ക് ഒരു പേടില്ലേ പുതിയതായിട്ട് തുടങ്ങുന്നതിലൊക്കെ പുതിയതായിട്ട് വരുന്നതിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താണ് അത് കൊണ്ട് എന്താണ് ഇതിൽ അത്ര ട്രെയിൻ ആയിട്ടുള്ള ആൾക്കാരില്ല. കാരണം അവരെല്ലാവരും പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ സ്കില്ല് പ്രൊഫഷണൽസ് കുറവായിരിക്കും. ഓക്കെ, legal and regulatory issues. Many countries do not have clear laws or regulation for blockchain and cryptocurrency, causing uncertainty. അധിക കൺട്രികളും വരുന്നത് എന്താണ് ലോസുകളൊക്കെ ഡു നോട്ട് ഹാവ് ക്ലിയർ ലോസ് ഓർ ലോസുകളും റെഗുലേഷൻസും ഒന്നും ക്ലിയർ ചെയ്യില്ല ഫോർ ബ്ലോക്ക് ചെയിൻ ആൻഡ് ക്രിപ്റ്റോ കറൻസി കോസിങ് അൺസർട്ടനിറ്റി. അതായത് ബ്ലോക്ക് ചെയിനിലായാലും ക്രിപ്റ്റോ കറൻസി ആയാലും അതിൽ അൺസർട്ടനിറ്റി കാരണമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്ലോ ട്രാൻസാക്ഷൻ സ്പീഡ്, അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും കുറവായിരിക്കും. ഡ്യൂ ടു കോംപ്ലക്സ് വെരിഫിക്കേഷൻ പ്രോസസ് ട്രാൻസാക്ഷൻ മേ ടേക്ക് ലോങ്ങർ കമ്പയർഡ് ടു ട്രഡീഷണൽ ഡാറ്റാബേസ്. അതായത് കോംപ്ലക്സ് വെരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഫലമായിട്ട് ട്രാൻസാക്ഷൻ മേ ടേക്ക് ലോങ്ങർ കമ്പയർഡ് ടു ട്രഡീഷണൽ ഡാറ്റാബേസ്. ട്രാൻസാക്ഷൻ എന്തായിരിക്കും മറ്റേ ട്രഡീഷണൽ ഡാറ്റാബേസിനെ അപേക്ഷിച്ച് എന്തായിരിക്കും ലോങ്ങർ ആയിരിക്കും. ഓക്കെ, കുറേ ടൈം എടുക്കുന്നു. പ്രൈവസി കൺസേൺ ഇൻ പബ്ലിക് ബ്ലോക്ക് ചെയിൻ, അതായത് ഈ പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാവർക്കും കാണാൻ പറ്റും. വിച്ച് മേ എഫക്ട് പ്രൈവസി ഇൻ സം കേസസ്. അതായത് ചില പബ്ലിക് ബ്ലോക്ക് ചെയിനിൻ്റെ ട്രാൻസാക്ഷൻ എന്താണ് എല്ലാവർക്കും കാണാൻ പറ്റും. അത് ചിലപ്പോൾ എന്താണ് പ്രൈവസികളെ എഫക്റ്റ് ചെയ്യും.
ഇനി നമുക്ക് പറയണതാണ് ബ്ലോക്ക് ചെയിൻ കമ്പോണൻറ്റുകൾ. എന്താണ് ബ്ലോക്ക് ചെയിൻ കമ്പോണൻറ്റുകൾ? നമുക്ക് 5 കമ്പോണൻറ്റുകളാണ് ബ്ലോക്ക് ചെയിനിൽ പറയാനുള്ളത്. ഓക്കെ, അതായത് ബ്ലോക്ക് ചെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ദാറ്റ് വർക്ക് ടുഗദർ സ്റ്റോർ ആൻഡ് വെരിഫൈ ട്രാൻസാക്ഷൻസ് സെക്യൂർലി. ദ മേജർ കമ്പോണൻറ്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആർ, അതായത് ബ്ലോക്ക് ഒരു എല്ലാം കൂടെ സ്റ്റോർ, അതായത് വർക്ക് ടുഗദർ, അതായത് ട്രാൻസാക്ഷൻ സെക്യൂർ ആക്കാൻ എല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു അല്ലേ. അതിലുള്ള മേജർ കമ്പോണൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആണ് പറയുന്നത്. നോഡ്, ലെഡ്ജർ, വാലറ്റ്, നൺസ്, ഹാഷ്. ഓക്കെ, ഈ ബ്ലോക്ക് ചെയിൻ കമ്പോണൻറ്റ് ഏതൊക്കെയാണ് ഓരോന്നും നമുക്ക് നോക്കട്ടെ. അപ്പം നോഡ്, ഫസ്റ്റ് വൺ നോഡ്. നോഡ് ഈസ് എനി കമ്പ്യൂട്ടർ ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ഇറ്റ് സ്റ്റോർ ആൻഡ് വെരിഫൈ ട്രാൻസാക്ഷൻ. അതായത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് നടക്കാണെങ്കിൽ ഏത് കമ്പ്യൂട്ടറും ഈ ഇതിൽ പങ്കെടുക്കുന്നതിന്, അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ നോഡുകൾ എന്ന് പറയുന്നത്. നോഡ്സ് ആർ 2 ടൈപ്പ്, 2 ടൈപ്പ് ഓഫ് നോഡ്സുകളുണ്ട്. ഫുൾ നോഡും പാർഷ്യൽ നോഡും, അല്ലെങ്കിൽ ലൈറ്റ് നോഡ്. ഫുൾ നോഡിൽ എന്താ പറഞ്ഞാൽ സ്റ്റോർ ദ കംപ്ലീറ്റ് കോപ്പി ഓഫ് ബ്ലോക്ക് ചെയിൻ. ഇറ്റ് വാലിഡേറ്റ് ആൻഡ് അക്സെപ്റ്റ് റിജക്റ്റ്. വാലിഡേറ്റ്, അതായത് എല്ലാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റകളും കോപ്പി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഫുൾ നോഡ് യൂസ് ചെയ്യുന്നത്. അതിലെന്താണ് ട്രാൻസാക്ഷന് അക്സെപ്റ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഇത് വാലിഡേറ്റ് ചെയ്യുക. ഇനി പാർഷ്യൽ നോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഓൺലി റിക്വയർഡ് ഓർ റീസെൻറ്റ് ഡാറ്റ. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ഫുൾ നോഡ് ഫോർ ഫുൾ ട്രാൻസാക്ഷൻ ഇൻഫർമേഷൻ. ഇതിവിടെ റിക്വയർഡ് ആയിട്ടുള്ള റീസെൻറ്റ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പാർഷ്യൽ നോഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഫുൾ നോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഫുൾ ട്രാൻസാക്ഷൻ ഇൻഫർമേഷനിൽ ഫുൾ നോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പാർഷ്യൽ നോഡ് നിൽക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ലെഡ്ജർ. ലെഡ്ജർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ലെഡ്ജർ ഈസ് എ ഡിജിറ്റൽ റെക്കോർഡ് ഫോർ ഓൾ ട്രാൻസാക്ഷൻ. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്, മീനിങ് എവറി നോഡ് ഹാസ് കോപ്പി ഓഫ് ഇറ്റ്. ദിസ് മേക്ക് ബ്ലോക്ക് ചെയിൻ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ടാമ്പർ പ്രൂഫ്. അതായത് ലെഡ്ജറിൽ അതായത് ഡിജിറ്റൽ റെക്കോർഡിങ്ങിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. എല്ലാ ട്രാൻസാക്ഷനും ഡിജിറ്റലി റെക്കോർഡ് ചെയ്യുക. ഇത് എന്നൊക്കെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇത് ഓരോ നോഡിനും, എവറി നോഡിനും അതിൻ്റെ കോപ്പി ആയിട്ട് വരും. ദിസ് മേക്ക് ബ്ലോക്ക് ചെയിൻ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ടാമ്പർ പ്രൂഫ്. ബ്ലോക്ക് ചെയിൻ എന്താണ്? ട്രാൻസ്പെറൻറ്റ് ആണ്, ടാമ്പർ പ്രൂഫ് ആണ്. നമ്മൾ മേലെ പറഞ്ഞല്ലേ അതിൻ്റെ അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വണ്ണാണ് വാലറ്റ്. വാലറ്റ് എന്നാൽ ഈസ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ യൂസ് ടു സ്റ്റോർ പ്രൈവറ്റ് കീ ആൻഡ് പബ്ലിക് കീ. അതായത് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും സ്റ്റോർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെയാണ് നമ്മൾ വാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളാണ് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ സന്ദർഭങ്ങളിലൊക്കെ എന്താണ് നമ്മളെ സെക്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതായത് അപ്പോൾ അതിന് പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഒക്കെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് വാലറ്റ് യൂസ് ചെയ്യുന്നത്. ടെലോ യൂസ് ടു സെൻഡ് റിസീവ് ക്രിപ്റ്റോ കറൻസി ഓർ ഡിജിറ്റൽ സെറ്റ് ഓൺ ദ ബ്ലോക്ക് ചെയിൻ. ഇവിടെ യൂസേഴ്സ് ചെയ്യുന്നത് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളൊക്കെ എന്തായിരിക്കുന്നത് ബ്ലോക്ക് ചെയിനിലൂടെ റിസീവ് ചെയ്യാണ്, സെൻഡ് ചെയ്യാൻ റിസീവ് ചെയ്യാനൊക്കെ നടക്കും. പബ്ലിക് കീ ആക്ട് ലൈക്ക് എൻ അക്കൗണ്ട് നമ്പർ, പ്രൈവറ്റ് കീ ആക്ട് ലൈക്ക് എ പാസ്വേഡ്. അതിൽ ഈ നമ്മൾ പറഞ്ഞു വാലറ്റിൽ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഉണ്ട്. പബ്ലിക് കീ ചെയ്യുന്നത് എന്താണ്? അക്കൗണ്ട് നമ്പറാണ് ശരിക്കും പബ്ലിക് കീ എന്ന് പറയുന്നത്. പ്രൈവറ്റ് കീ പറഞ്ഞൊക്കെയാണെങ്കിൽ പാസ്വേഡ് പോലെയാണ്. അതായത് എപ്പോഴും അത് സീക്രട്ട് ആയിട്ട് തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ആണ് നൺസ്. നൺ സ്റ്റാൻഡേർഡ് ഫോർ നമ്പർ യൂസ്ഡ് വൺസ്. അതായത് നമ്പറുകൾ ഒരൊറ്റ തവണ യൂസ് ചെയ്യുന്നതാണ് നൺസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റാൻഡം നമ്പർ യൂസ്ഡ് ഇൻ ദ മൈനിങ് പ്രോസസ് ടു ഫൈൻഡ് എ വാലിഡ് ഹാഷ് വാല്യൂസ്. ഇതിൽ ഇവിടെ നമുക്കാണെങ്കിൽ റാൻഡം നമ്പർ യൂസ് ചെയ്യുന്നത് വാലിഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഓക്കെ. അതായത് ഹാഷ് വാല്യൂ ചെയ്യുന്നത് റാൻഡം നമ്പറിലാണ്. അതെ. മൈനസ് ട്രൈ മൾട്ടിപ്പിൾ നൺസ് വാല്യൂ ടു സോൾവ് ദ ബ്ലോക്ക് ചെയിൻ. അത് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് മൈനസ് എന്താണ് മൾട്ടിപ്പിൾ നൺസുകൾ. നൺസ് പറഞ്ഞാൽ നമ്പർ യൂസ്ഡ് വൺസ്, ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് നൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ആഷ്. ആഷ് ഈസ് എ യുണീക്ക് ഫിക്സ്ഡ് ലെങ്ത് കോഡ് ജനറേറ്റഡ് ഫ്രം ഡാറ്റ. ഡാറ്റയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു യുണീക്ക് ഫിക്സ് ലെങ്ത് കോഡിനെയാണ് എന്ത് പറയുക, ഹാഷ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിക്കലി ആൻഡ് സെക്യൂർ ബ്ലോക്സ്. ഇത് സെക്യൂർ ചെയ്യാനും ബ്ലോക്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് എന്ത് ഈ ഹാഷ് യൂസ് ചെയ്യുന്നത്. If even one small detail change in the block, the hash value changes, ensuring data integrity. അതായത് നമ്മൾ സ്മോൾ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല ബ്ലോക്കിലൊക്കെ, സ്മോൾ ഡീറ്റെയിൽസ് അതിൻ്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യാനും ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്കൊക്കെ എന്ത് സഹായമായിട്ട് വരും. ഓക്കെ. അതായത് നമ്മൾ അതിൻ്റെ ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്കും കൂടെ ഇത് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത് വെച്ചാൽ ബ്ലോക്ക് ചെയിനിൻ്റെ ഓരോ കമ്പോണൻറ്റ് അത് ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതൊന്നും നമ്മൾ നോക്കി. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്, ബ്ലോക്ക് ചെയിൻ ആപ്ലിക്കേഷൻസ്. എവിടെയൊക്കെയാണ് നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. ഓക്കെ. മെയിനായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് അസറ്റ് മാനേജ്മെൻറ്റിനാണ്. അതായത് ബ്ലോക്ക് ചെയിൻ ഈസ് യൂസ്ഡ് ടു സെക്യൂർലി മാനേജ് ഫിനാൻഷ്യൽ അസറ്റ്സ് സച്ച് ആസ് സ്റ്റോക്സ്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെ നമ്മൾ സെക്യൂർലായിട്ട് മാനേജ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് ചെയിനുകൾ യൂസ് ചെയ്യുന്നത്. ഇത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനൊക്കെയാണ്, കീപ്സ് ആക്യുറേറ്റ് ആൻഡ് ടാമ്പർ പ്രൂഫ് റെക്കോർഡ് ഓഫ് അസറ്റ് ഓണർഷിപ്പ്. അതായത് അസറ്റിൻ്റെ ഓണർഷിപ്പിൽ ആക്യുറേറ്റ് ചെയ്യാനും ടാമ്പർ പ്രൂഫായിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെയാണ് എന്ത് അതിൽ കൃത്രിമത്വം ഇല്ലാതെ സ്റ്റോർ ചെയ്യാനൊക്കെയാണ് എന്ത് ഇത് അസറ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. മേക്ക് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഫാസ്റ്റർ ബൈ റിമൂവിങ് ഇൻ്റർമീഡിയറീസ്. അതായത് ഇൻ്റർമീഡിയറ്റുകൾ ആരുമില്ലാതെ ഡയറക്റ്റ് വേഗം സ്പീഡിൽ അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിൻ വഴി സാധ്യമാകും. ഓക്കെ. സ്മാർട്ട് കോൺട്രാക്ട് ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽഡ് ബൈയിങ്, സെല്ലിങ് ആൻഡ് ക്ലിയറിങ് പ്രോസസ്സ്. അതായത് ചില കോൺട്രാക്റ്റുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇങ്ങനെ ബൈയിങ്, സെല്ലിങ് ആൻഡ് ക്ലിയറിങ് പ്രോസസ്സുകളൊക്കെ ചെയ്തിട്ട് ചില കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ഫ്രോഡ് ആൻഡ് പേപ്പർ വർക്ക്. അതായത് പേപ്പർ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ. ഇനി ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്. വെൻ മണി ഈസ് സെൻഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ട്രഡീഷണൽ ബാങ്ക് ടേക്ക് മെനി സ്റ്റെപ്പ് ആൻഡ് ചാർജ് ഹൈ ഫീസ്. ബ്ലോക്ക് ചെയിൻ മേക്ക് ദിസ് പ്രോസസ് ഈസി. അതായത് നമുക്ക് വേറെ നാട്ടിലേക്കോ പൈസ ആക്കണമെങ്കിലൊക്കെ എന്താണ് നമുക്ക് കുറേ പണിയായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അതിൽ സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ഈ
ക്രോസ് ബോർഡർ പേയ്മെൻറ്റിൽ അവർ പറയുന്ന പ്രോസസ്സൊക്കെ ഈസിയർ ആക്കി മാറ്റാന്ന്. അതായത് ഇനേബിൾ ഫാസ്റ്റ് ആൻഡ് ലോ കോസ്റ്റ് ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ, അതായത് പെട്ടെന്നുള്ള ഫാസ്റ്റായിട്ടുള്ള ലോ കോസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ട്രാൻസാക്ഷൻ ഇവിടെ നടത്തുന്നുണ്ട്. ഓക്കെ. നോ നീഡ് ഫോർ തേർഡ് പാർട്ടി ബാങ്ക്സ്, അതായത് തേർഡ് പാർട്ടിൻ്റെ ഒരാവശ്യമായിട്ട് ഇവിടെ വരുന്നില്ല. പ്രൊവൈഡ്സ് റിയൽ ടൈം ട്രാക്കിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, റിയൽ ടൈമിലുള്ള ആ എമൗണ്ടുകൾ തന്നെ ആയിരിക്കും ഇവർക്ക് കിട്ടുക. ഓക്കെ, നമുക്കതുകൊണ്ട് കിട്ടുക. റെഡ്യൂസസ് ഫ്രോഡ് ബിക്കോസ് റെക്കോർഡ്സ് കനോട്ട് ബി ചേഞ്ചസ്, അതായത് ഫ്രോഡുകൾ കുറക്കാൻ പറ്റും. കാരണം ഇവിടെ റെക്കോർഡുകൾ എന്താണ് റെക്കോർഡ് ചേഞ്ച് ചെയ്യാൻ ഈ റെക്കോർഡുകളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് സെൻഡിങ് മണി ഫ്രം ഇന്ത്യ ടു ദി USA ബിക്കം ക്വിക്കർ ആൻഡ് ചീപ്പർ വിത്ത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക്, അതായത് ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് ചീപ്പറായിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുക, പൈസ അയക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ് വഴി നമുക്ക് സാധ്യമാവും. ഇനി ഹെൽത്ത് കെയറിൽ എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ ആക്കാനാൽ, ബ്ലോക്ക് ചെയിൻ യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് ഷെയർ പേഷ്യൻ ഹെൽത്ത് റെക്കോർഡ് സെക്യൂർലി, അതായത് നമ്മളെ ബ്ലോക്ക് ചെയിന് ഡാറ്റകൾ, പേഷ്യൻറ്റിൻ്റെ ഡാറ്റകൾ, ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് സെക്യൂറായിട്ട് സൂക്ഷിക്കാനും വേണ്ടിയിട്ട്, അവരുടെ ഹെൽത്ത് റെക്കോർഡുകളൊക്കെ സെക്യൂറായിട്ട് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിൻ പോസിബിളാണ്. മെഡിക്കൽ റെക്കോർഡ് റിമെയിൻ പ്രൈവറ്റ് ആൻഡ് ടാമ്പർ പ്രൂഫ്, അതായത് വേറെയുള്ള ഇതിൽ നിന്ന് അവർ സൂക്ഷിച്ചു വെക്കാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഹോസ്പിറ്റൽ ആൻഡ് ഡോക്ടേഴ്സ് ക്യാൻ ആക്സസ് ഓതൻറ്റിക് റെക്കോർഡ് വെൻ നീഡഡ്, അതായത് ഓതൻറ്റിക് റെക്കോർഡ് അതായത് ഹോസ്പിറ്റൽസുകളിൽ ഡോക്ടേഴ്സിന് ഓതൻറ്റിക് റെക്കോർഡ് ആവശ്യമായിട്ട് വരുമ്പോൾ അവർക്ക് അത് എടുക്കാനും അത് സ്റ്റോർ ചെയ്യാനും പറ്റും. അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ടെസ്റ്റ് ആൻഡ് റെഡ്യൂസസ് മിസ്റ്റേക്ക്, അതായത് വേറെ നമുക്ക് ആവശ്യമില്ലാത്ത ടെസ്റ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതിന് മിസ്റ്റേക്ക് റെഡ്യൂസ് ചെയ്യാനൊക്കെ ബ്ലോക്ക് ചെയിൻ സഹായിക്കും. സപ്പോർട്ട് സെക്യൂറിംഗ് ട്രാക്കിംഗ് ഓഫ് മെഡിസിൻ ടു അവോയ്ഡ് ഫേക്ക് ഡ്രഗ്സ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രഗ്സുകൾ നിന്ന് രക്ഷ നേടാനൊക്കെ ബ്ലോക്ക് ചെയിന് സഹായമായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഹിസ്റ്ററി വേറൊരു ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പെടാതെ തന്നെ അവർക്ക് രണ്ട് ഹോസ്പിറ്റലുകൾക്ക് തമ്മിൽ ഡാറ്റ സെൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയിന് പോസിബിളായിരിക്കും. ഇനി അതിൽ വരുന്ന മറ്റൊരു ഇതാണ് ക്രിപ്റ്റോ കറൻസി ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ യൂസസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഫസ്റ്റായിട്ട് വന്നത് തന്നെയാണ് ക്രിപ്റ്റോ കറൻസിയാണ്. അതിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനാബിൾ ഡിജിറ്റൽ മണി വിത്തൗട്ട് എ സെൻട്രൽ അതോറിറ്റി, അതായത് സെൻട്രൽ അതോറിറ്റികൾ വേറെ മൂന്നാമതൊരു പാർട്ടി നമ്മൾ പറഞ്ഞല്ലേ മൂന്നാമതൊരാളുടെ ഇതില്ലാതെ തന്നെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനും ഇനാബിൾ ചെയ്യാനും നമുക്ക് അതിൻ്റെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ പോസിബിളാണ്. ട്രാൻസാക്ഷൻസ് ആർ സെക്യൂർ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് വെരിഫൈഡ് ബൈ ദ നെറ്റ്വർക്കിൽ സെക്യൂർ ആവാനും ട്രാൻസ്പെറൻ്റ് ആവാനൊക്കെ ട്രാൻസാക്ഷൻ സെക്യൂർ ആവാനും ട്രാൻസ്പെറൻ്റ് ആവാനൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയിന് സഹായമായിട്ട് വരും. എലിമിനേറ്റ് ഡബിൾ സ്പെൻഡിങ് ആൻഡ് ഫ്രോഡ്, അതായത് ഡബിൾ സ്പെൻഡിങ്ങും ഫ്രോഡുകളിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഡാറ്റനെ നമ്മുടെ ട്രാൻസാക്ഷനെ സേഫ് ആക്കാൻ സഹായിക്കും. സപ്പോർട്ട് ഫാസ്റ്റ് പിയർ ടു പിയർ പേയ്മെൻറ്റ് എനിവെയർ ഇൻ ദ വേൾഡ്, എവിടെയുള്ള ആൾക്ക് വേണമെങ്കിലും
എന്താണ് ഈ ലോകത്ത് എവിടെയുള്ള ആൾക്ക് വേണമെങ്കിലും എന്താണ് പേയ്മെൻറ്റ് നടത്താനും വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്താൻ മാത്രമല്ല ഫാസ്റ്റായിട്ട് നടത്താനും എന്താണ് ബ്ലോക്ക് ചെയിൻ പോസിബിൾ ആവും. അതിന് എക്സാമ്പിൾസാണ് ബിറ്റ് കോയിനും എതേറിയം കേട്ടോ. ഓക്കെ, ഇനി ബർത്ത് ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റുകൾ, അതായത് ബ്ലോക്ക് ചെയിൻ ക്യാൻ ബി യൂസ്ഡ് ടു ഗവൺമെൻറ് ടു രജിസ്റ്റർ ആൻഡ് സ്റ്റോർഡ് ബർത്ത് ആൻഡ് ഡേറ്റ് റെക്കോർഡ്, അതായത് ഗവൺമെൻറ് ഇതിൽ നമ്മളെ ബർത്ത് ആൻഡ് ഡെത്ത് റെക്കോർഡ്സുകളൊക്കെ സേഫായിട്ട് അത് ആക്യുറേറ്റ് ആയിട്ടും ഇതൊക്കെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കും. അതെന്താണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റുകൾ പറഞ്ഞാൽ റെക്കോർഡ് ആർ പെർമനൻ്റ് ആൻഡ് കനോട്ട് ബി മോഡിഫൈഡ്, അതായത് ആ റെക്കോർഡുകൾ എന്തായിരിക്കും, പെർമനൻ്റ് ആയിരിക്കും. കാരണം ഡെത്ത് ഇത് അതിൽ മാറ്റം വരുത്താൻ പറ്റൂലല്ലോ. ഓക്കെ, പ്രിവെൻറ്റ് ഫേക്ക് സർട്ടിഫിക്കറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റൊക്കെ ഫേക്കായിട്ട് വന്നാണ്ട് ചെയ്യാനൊന്നും നമുക്ക് പോസിബിൾ അല്ല. മേക്ക് വെരിഫിക്കേഷൻ ഈസി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് സ്കൂൾ, ബാങ്ക് ആൻഡ് ഹോസ്പിറ്റൽസ്, അതായത് അവിടെ ബാങ്കുകളിലായാലും സ്കൂളുകളായാലും ഹോസ്പിറ്റലിലൊക്കെ ആയാലും എന്താണ് വെരിഫിക്കേഷന് ഈസി ആക്കാനും വേണ്ടിയിട്ട് ഈ ബ്ലോക്ക് ചെയിൻ മെക്കാനിസം നമുക്ക് സഹായിക്കും. സിറ്റിസൺ ക്യാൻ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വിത്തൗട്ട് വിസിറ്റിംഗ് ഗവൺമെൻറ് ഓഫീസസ്, അത് ഓഫീസുകളിൽ കയറി ഇറങ്ങാതെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, എക്സാമ്പിൾ എ ബർത്ത് സർട്ടിഫിക്കറ്റ് സ്റ്റോർഡ് ഓൺ എ ബ്ലോക്ക് ചെയിൻ ഈസ് ഓൾവേസ് ഓതൻറ്റിക്കേറ്റ് ആൻഡ് ഗ്ലോബലി വെരിഫയബിൾ, അതായത് ഒരു ബ്ലോക്ക് ചെയിനിൽ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഗ്ലോബലി വെരിഫയബിൾ ആണ്, അത് ഓതൻറ്റിക്കുമാണ്. അതായത് നമുക്ക് എവിടുന്ന് അത് ഡാറ്റ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും പറ്റും. അതായത് ഇത് ഗ്ലോബലി എന്താണ് വെരിഫൈഡ് ആയതുകൊണ്ട് എല്ലാ കൺട്രിയിലും ഇത് ആക്സസിബിൾ ആണ്. ഓക്കെ, ഓൺലൈൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ നെക്സ്റ്റ് വരുന്നതാണ്. ഓൺലൈൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, ബ്ലോക്ക് ചെയിൻ ഹെൽപ്പ് ക്രിയേറ്റ് എ സെക്യൂർ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഫോർ ഇൻഡിവിജ്വൽസ്, അതായത് ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ഓരോരുത്തർക്കും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇതിൽ പോസിബിൾ ആവും. ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ കൺട്രോൾ ദെയർ ഓൺ ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ, ഇവിടെ എന്താണ് പറയുന്നത്, ഇൻഡിവിജ്വൽസ് കൺട്രോൾ ദെയർ ഓൺ ഐഡൻറ്റിറ്റി, അവരുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യും. റെഡ്യൂസ് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആൻഡ് ഫ്രോഡുകളിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞില്ല. വെരിഫിക്കേഷൻ, മേക്ക് വെരിഫിക്കേഷൻ ക്വിക്ക് ഫോർ KYC, പാസ്പോർട്ട്, ജോബ് ആപ്ലിക്കേഷൻ, അതായത് നമുക്ക് ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാസ്പോർട്ട് ആവശ്യങ്ങൾക്കോ വേറെ എന്തെങ്കിലും ഒതൻറ്റിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്കത് വെരിഫൈ പെട്ടെന്ന് പോസിബിൾ ആയിരിക്കും. നോ നീഡ് ടു ഷെയർ ഒറിജിനൽ ഡോക്യുമെൻ്റ് റിപ്പീറ്റഡ്ലി ഓൺലി ഡിജിറ്റൽ പ്രൂഫ്, അതായത് ഈ ഒരു ഡാറ്റ ഇത് ഈ ബ്ലോക്ക് ചെയിനുള്ള ഈ ഡാറ്റകൾ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് വേറൊരു വെരിഫിക്കേഷൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. എക്സാമ്പിൾ, ലോഗിൻ ഇൻ ടു എ സർവീസ് യൂസിങ് എ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഐഡൻറ്റിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പാസ്വേഡ് ഓർ പേപ്പർ പ്രൂഫ്. ഓക്കെ, അതായത് നമ്മളൊരു സർവീസ് ബ്ലോക്ക് ചെയിനിൻ്റെ സർവീസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻസ്റ്റൻറ്റ് പാസ്വേഡ്, പേപ്പർ പ്രൂഫൊക്കെ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് IoT. IoT involves devices like smart home appliance, sensors, CCTV and machines connected to the internet. അതായത് ഈ IoT എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ നമ്മളെ ഹോം അപ്ലയൻസ്, സെൻസസ്, CCTV മെഷീൻസൊക്കെ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഇതിൽ സഹായിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ബ്ലോക്ക് ചെയിൻ ഇംപ്രൂവ് ദർ സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കും ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ഇവിടെ മേലെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി വളരെ ഏറെ ഇതാണ്
ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്നത്. ഓക്കെ, സെക്യൂർ റെക്കോർഡ് ഡാറ്റ ഫ്രം ഐ ഒ ടി ഡിവൈസ് എന്നാണ് സെക്യൂരിറ്റി. അതിൻ്റെ ഈ ഡിവൈസുകളിലുള്ള, അതായത് സെൻസസിൽ CCTVയിലൊക്കെ ഉള്ള ഡാറ്റകൾ എന്തായിരിക്കും, സെക്യൂറിലായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറയും. പ്രിവെൻറ്റ് ഹാക്കിംഗ് ആണ് അൺഓത്തറൈസ്ഡ് അക്സസ്, അതായത് CCTVയിലൊക്കെ ഹാക്ക് ചെയ്യുന്നത് ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ബ്ലോക്ക് ചെയിനിലൂടെ സഹായിക്കും. ഡിവൈസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് മേക്ക് ഡിസിഷൻ യൂസിങ് സ്മാർട്ട് കോൺട്രാക്ട്. അതായത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്, ഡിസിഷൻ എടുക്കാനൊക്കെ എന്താണ് ഈ ഇൻ്റർനെറ്റ് IoT ഡിവൈസുകളിലൊക്കെ ചെയ്യാൻ, IoT ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്കതൊക്കെ ചെയ്യാൻ, അതായത് ബ്ലോക്ക് ചെയിനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇംപ്രൂവ് ഓട്ടോമേഷൻ ഇൻ സ്മാർട്ട് ഹോംസ്, ഫാക്ടറീസ് ആൻഡ് സ്മാർട്ട് സിറ്റീസ്. ഇവിടെ സ്മാർട്ട് അല്ല, നമ്മൾ ഇതൊക്കെ എന്തായിരിക്കണം, നമ്മൾ ഇതൊക്കെ ഈ ഓട്ടോമേഷൻ അവിടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്മാർട്ട് ഹോംസുകളും ഫാക്ടറികളും സ്മാർട്ട് സിറ്റീസുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. എക്സാമ്പിൾ, ഇൻ എ സ്മാർട്ട് ഹോം ദ ഡോർ ലോക്ക്, ക്യാമറ ആൻഡ് അലാറം സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് സേഫ്ലി യൂസിങ് ബ്ലോക്ക് ചെയിൻ. അതായത് ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ എന്താണ് ക്യാമറ ഉണ്ട്, നമ്മളെ ഡോർ ലോക്ക് ഡിജിറ്റലി ആയിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മളെ വീട്ടിലെന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ട് ആയൊക്കെയാണെങ്കിൽ അലാറം അടിക്കാനുള്ള സിസ്റ്റം, അങ്ങനെ കുറേ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ അതായത് അത് ബ്ലോക്ക് ചെയിനിൽ സേഫ്ലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ബ്ലോക്ക് ചെയിനുകളുടെ ടൈപ്പുകളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഏതൊക്കെ ടൈപ്പാണുള്ളത്? പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, കൺസോർട്ടിയം ബ്ലോക്ക് ചെയിൻ ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വണ്ണാണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ. അതായത് ഈ എങ്ങനെയാണ് ടൈപ്പുകൾ തിരിച്ചിട്ടുള്ളതെന്നാൽ, ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ഹൂ ക്യാൻ ആക്സസ് ദം ആൻഡ് ഹൗ ഡാറ്റ ഈസ് കൺട്രോൾ. ആരാണ് ഈ ഇതിൽ ഡാറ്റകൾ ആക്സസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഡാറ്റ കൺട്രോൾ ചെയ്യുന്നതൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ബ്ലോക്ക് ചെയിനുകളെ ടൈപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. മെയിൻലി ദർ ആർ ഞാൻ പറഞ്ഞു 4 ടൈപ്പാണുള്ളത്. ഏതൊക്കെ? പബ്ലിക് ബ്ലോക്ക് ചെയിൻ, പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ, കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ. ഓക്കെ, അതിൽ പബ്ലിക് ബ്ലോക്ക് ചെയിൻ, അതായത് പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്താ ചെയ്യുന്നത്? ഓപ്പൺ ടു എവരി വൺ, എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ. പിന്നെ എവരിവൺ ക്യാൻ ജോയിൻ, റീഡ്, റൈറ്റ് ഓർ പാർട്ടിസിപ്പേറ്റ്. പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യുക, ഡാറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ്? കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും, ഹൈലി ട്രാൻസ്പാരൻറ്റുമായിരിക്കും. പബ്ലിക് ബ്ലോക്ക് ചെയിൻ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും, ഹൈലി ട്രാൻസ്പെറൻറ്റ്. എക്സാമ്പിൾ ബിറ്റ്കോയിൻ, എതേറിയം അല്ലേ. ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ആക്സസ് ഈസ് ലിമിറ്റഡ് ടു സ്പെസിഫിക് ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. ഒരു സ്പെസിഫിക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓർഗനൈസേഷനിലോ മാത്രമേ ഇത് നടക്കൂ. അതായത് ഒരു ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഈ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിൽ പോസിബിൾ ആയിട്ട് വരുള്ളൂ. മാനേജ്ഡ് ബൈ എ സെൻട്രൽ അതോറിറ്റി ഓർ വൺ ഓർഗനൈസേഷൻ. അതായത് ഇവിടെ മാനേജ് ചെയ്യുന്നത് ഒരു സെൻട്രൽ അതോറിറ്റിയോ അല്ലെങ്കിൽ ഒരൊറ്റ ഓർഗനൈസേഷനോ ആണ് ഇവിടെ മാനേജ് ചെയ്യിക്കുന്നത്. മോർ സെക്യൂർ, ഫാസ്റ്റർ ആൻഡ് ഫിറ്റ്സ് ബിസിനസ് നീഡ്സ്. അതായത് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ പെട്ടെന്ന് സെക്യൂർ ആക്കാനും ഫാസ്റ്റർ ആക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിൽ. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് എന്നാൽ കമ്പനി ഇൻറ്റേർണൽ ഡാറ്റ അതായത് കമ്പനീൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഡാറ്റ മാനേജ്മെൻറ്റിന്, സപ്ലൈ ചെയിൻ മോണിറ്ററിങ്, ബാങ്കിങ് ആൻഡ് എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ. വ്യത്യസ്തമായിട്ടുള്ള ബാങ്കുകൾ, എൻ്റർപ്രൈസസുകളിലൊക്കെ എന്താണ് ഈ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനുകൾ യൂസ് ചെയ്യണത്. ഇനി കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ controlled by a group of organization.
അതായത് ഇവിടെ അതായത് നമ്മൾ കൺട്രോൾ ബൈ ഗ്രൂപ്പ്, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇത് കൺട്രോൾ, അത് പബ്ലിക്കായിട്ടല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. കാരണം പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാനും കിട്ടും. ഇത് അവരൊരു ഓർഗനൈസേഷൻ, ഒരു ഗ്രൂപ്പിനെയാണ് അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി ഷെയർ എമംഗ് ഓൾ മെമ്പേഴ്സ്. അപ്പോൾ എന്താണ്, ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈ ഡാറ്റകൾ ഷെയർ ചെയ്യാനും അവിടെ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, മോർ ട്രസ്റ്റ് ആൻഡ് കൊളാബറേറ്റീവ് ദാൻ പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ. അതായത് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനെക്കാട്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് കൺസോർഷ്യം ബ്ലോക്ക് ചെയിനെയാണ്. ഇത് അധികം യൂസ് ചെയ്യുന്നത് ഹെൽത്ത് കെയറിൽ, പിന്നെ ബാങ്കിങ്ങിൽ, പിന്നെ ഏതെങ്കിലും ഗവൺമെൻറ് ആൻഡ് മൾട്ടി ഏജൻസി നെറ്റ്വർക്കുകളിലൊക്കെയാണ് കൺസോർഷ്യം ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ. ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, കോമ്പിനേഷൻ ഓഫ് പബ്ലിക് പ്രൈവറ്റ് ബ്ലോക്ക് ചെയിൻ. അതായത് പബ്ലിക് ബ്ലോക്ക് ചെയിൻ്റെയും പ്രൈവറ്റ് ബ്ലോക്ക് ചെയിനിൻ്റെയും കോമ്പിനേഷനെയാണ് നമ്മൾ എന്താ പറയുക, ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. സം ഡാറ്റ ഈസ് പബ്ലിക്, സം ഈസ് റെസ്ട്രിക്റ്റഡ്. അത് കുറച്ച് ഡാറ്റകൾ പബ്ലിക് ആണെങ്കിലും കുറച്ച് എന്താണ് റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫേഴ്സ് കോൺഫിഡൻഷ്യാലിറ്റി, ട്രാൻസ്പാരൻസി, ബാലൻസ്. അത് അവിടെ അതുകൊണ്ടാണ് കുറച്ച് പബ്ലിക്കും കുറച്ച് പ്രൈവറ്റ് ആയതുകൊണ്ട് അവിടെ കോൺഫിഡൻഷ്യാലിറ്റിയും ട്രാൻസ്പാരൻസിയും എന്താണ് ബാലൻസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിനുകൾ റീറ്റെയിൽ സപ്ലൈ ചെയിനിൽ, റിയൽ എസ്റ്റേറ്റ് റെക്കോർഡ്സിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസുകൾ, സിറ്റിംഗ്സ് ഡാറ്റ, ഗവൺമെൻറ് സർവീസുകളിലൊക്കെ റിയൽ എസ്റ്റേറ്റ് റെക്കോർഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിനുകൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഓരോ പിക്ചേഴ്സുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പബ്ലിക്, പ്രൈവറ്റ്, ഹൈബ്രിഡ് മൂന്ന് ബ്ലോക്ക് ചെയിനുകളുടെ ആ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ കണ്ടല്ലോ. പബ്ലിക് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാം, കണ്ടല്ലേ, എല്ലാവർക്കും. പ്രൈവറ്റ് പറഞ്ഞാൽ അതിൽ ഉള്ള അതിൻ്റെതായിട്ടുള്ളവർക്ക് ലിമിറ്റഡ് ആക്സസ്സുകൾക്ക്, അതായത് അവിടെ നോക്ക്, ഒരു ഡാറ്റ സെൻട്രൽ റിസീവർ മാത്രമായിട്ടാണ് അവിടെ ആ പ്രൈവറ്റിൽ വരുന്നത്. 2 ആൾക്കാർ മാത്രം, അങ്ങനെ അത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹൈബ്രിഡിൽ രണ്ടും കൂടെ ഉള്ളതാണ്, കുറച്ച് പബ്ലിക്കുമാണ് കുറച്ച് എന്താണ് പ്രൈവറ്റും കൂടെ ആയിട്ടുള്ളത് തന്നെയാണ് എന്ത് ഹൈബ്രിഡ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ എന്ന ചെറിയൊരു ചാപ്റ്ററാണ്. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് നമ്മളെന്താണ് ഒരു ലെഡ്ജറായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റാബേസുകൾ ലെഡ്ജറായിട്ട് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതൊരു ഹൈലി സെക്യൂരിറ്റി ഉള്ള ഇതാണ് ബ്ലോക്ക് ചെയിൻ എന്ന്, ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജ് ആണ് ബ്ലോക്ക് ചെയിൻ എന്ന് നമുക്ക് പറയാൻ. മെയിനായിട്ട് അതാണ് ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.